നിലത്ത് കിടക്കുന്ന ഈ ഇല്ലിക്കമ്പുകൾ പെറുക്കിയെടുക്കുന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. വീടിനടുത്തുള്ള ഒരു മരത്തിൽ 2 അതിഥികൾ കൂട് കൂട്ടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദാ ആ കാണുന്ന കുഞ്ഞു പ്ലാവിൽ. ഇതൊക്കെ ഞാൻ ശേഖരിച്ചു പോകുന്നത് അവർക്ക് കൂട് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും ഹെൽപ്പായാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ കാടും മുൾച്ചെടികളും കടന്നു വേണം എനിക്ക് അങ്ങോട്ടേക്ക് എത്താൻ. ഞങ്ങളുടെ പഴയ വീട്ടിൻ്റെ മുകളിൽ കയറിയാൽ എനിക്ക് അവർ കൂട് കൂട്ടുന്നത് നന്നായി കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അച്ഛനുണ്ടാക്കിയ ഈ കുഞ്ഞു പാലം കടന്നു വേണം എനിക്ക് അക്കരെ എത്താൻ. പെട്ടെന്ന് കാണാനുള്ള ക്യൂരിയോസിറ്റി കാരണം ചെരുപ്പൊന്നും ഇടാതെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. ഇഴജന്തുക്കൾ ഉണ്ടാകുന്ന കാലമായതിനാൽ ആരും ചെറിയ കാടാണെങ്കിൽ പോലും ചെരുപ്പിടാതെ പോകരുത്. ഞാനിവിടെ എത്തുമെന്ന് ആ പക്ഷി കുഞ്ഞുങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അവർ ഇത്ര അടുത്തായി കൂടുകൂട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ ശേഖരിച്ച ഇല്ലിക്കമ്പുകളൊക്കെ അവിടെ വെച്ചു. ആവശ്യമുണ്ടെങ്കിൽ അവയ്ക്ക് എടുക്കാം, ഇല്ലെങ്കിൽ കളയാം. സൂക്ഷിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിലായ നിങ്ങൾക്ക് ചെറിയൊരു കൂട് പോലെ കാണാം. കൂട് കൂട്ടാൻ ആവശ്യമായ സാധനങ്ങൾ തേടി 2 പേരും എവിടെയൊക്കെയോ പോയിട്ടുണ്ട്. ചെറിയ പക്ഷികളാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവർ കൂടുണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ ഇവരെ നിരീക്ഷിക്കലായിരുന്നു എൻ്റെ പണി. ഇവ എന്തായാലും ഇരട്ടത്തലച്ചി എന്നു പേരുള്ള കിളികളാവാനാണ് ചാൻസ്. ഇത്തരം പക്ഷികളെ ഇംഗ്ലീഷിൽ ബുൾബുൾ എന്നാണ് പറയുന്നത്. നാട്ടിൽ സാധാരണയായി റെഡ് ബിസ്ക്കറ്റ് ബുൾബുൾ, അതേപോലെ റെഡ് വെൻഡഡ് ബുൾബുളാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഈ പക്ഷികളെ കാണുമ്പോൾ എനിക്കിവ റെഡ് വെൻഡഡ് ബുൾബുൾ ആവാനാണ് ചാൻസ് എന്ന് തോന്നുന്നു. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ കൂടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ടയിട്ടാൽ മതി. സുരക്ഷിതമായതും അതേപോലെ നല്ല ഭംഗിയുമുള്ള ഒരു കുഞ്ഞു കൂട്. ഇനി അമ്മക്കിടയിടുന്ന മുട്ട കാണാനുള്ള കാത്തിരിപ്പാണ്. പിന്നൊരു ദിവസം ആകാംക്ഷയോടെ ഞാൻ അതിനരികിലേക്ക് ചെന്നു. പ്ലാവിൻ്റെ ഇലയൊക്കെ മാറ്റി കുഞ്ഞുകൂട്ടിൽ മുട്ടയിട്ടിട്ടുണ്ടോ എന്ന് നോക്കി. പ്രതീക്ഷിച്ച പോലെ തന്നെ മുട്ടയിട്ടിട്ടുണ്ട്. 3 കുഞ്ഞുമുട്ടകൾ. കാടക്കോഴിയുടെ മുട്ടയോട് സാമ്യമുള്ളതാണ് ഈ ഇരട്ടത്തലച്ചിയുടെ മുട്ടകൾ. മുട്ട നോക്കി തന്നെ ഇത് റെഡ് വെൻഡഡ് ബുൾബുൾ ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ കഥയിലെ താരങ്ങൾ, അച്ഛൻകിളിയും അതേപോലെ അമ്മക്കിളിയും. അവരെ പോലെ തന്നെ മുട്ട വിരിയാനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. എല്ലാ ദിവസവും പോയി നോക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവെന്ന് കരുതി 1-2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ നോക്കാൻ പോകുന്നത്. കാത്തിരുന്ന് അവസാനം നോക്കുമ്പോൾ 3 കുഞ്ഞുമുട്ടകളും വിരിഞ്ഞ് കുഞ്ഞിപ്പക്ഷികളെ ഞാൻ കണ്ടു. എന്ത് രസമാണ് അവയെ കാണാൻ. ഈ വെയിലും മഴയും തരണം ചെയ്ത് ഈ കുഞ്ഞുകൂട്ടിൽ ഇവ എങ്ങനെയാണ് ജീവിക്കുന്നത്? പ്രകൃതിയിലെ ഒരു അത്ഭുതമാണിവ. എത്ര നോക്കിയാലും മതിവരാത്ത സൗന്ദര്യമാണ് ഈ കുഞ്ഞു പക്ഷികൾക്ക്. ബാഹ്യമായ സന്തോഷങ്ങൾക്ക് പിറകെ പോകുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ തൃപ്തി അടയുന്നതല്ലേ നല്ലത്. ഈ പ്രകൃതിയിൽ അവയും ജീവിക്കട്ടെ. അവയെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമുക്ക് വഴിമാറാം.